ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരം ചെയ്യുവാനായി ഇതാ നമുക്ക് മറ്റൊരു സുവർണാവസരം കൂടെ സഭ ഒരുക്കിയിരിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ 800-ാം ചരമദിനത്തോടനുബന്ധിച്ച് പരിശുദ്ധ പിതാവ് ലയോ പാപ്പ വിശ്വാസികൾക്കായിട്ട് ഒരു പൂർണ്ണദണ്ഡ വിമോചനം ഒരു ദിവസം നേടിയെടുക്കാനുള്ള ഒരു അവസരം കൂടെ തന്നിരിക്കുകയാണ്. നമുക്ക് ഇത് മാക്സിമം പ്രയോജനപ്പെടുത്താം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ 800-ാം ചരമദിനത്തോടനുബന്ധിച്ചിട്ടാണ് ഈ ഒരു വർഷത്തേക്ക് ഇങ്ങനെ ഒരു ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സഭ പ്രഖ്യാപിക്കുന്ന ഓരോ ദണ്ഡവിമോചനങ്ങളും മാക്സിമം ഉപയോഗപ്പെടുത്തി ജീവിതത്തെ വിശുദ്ധിയിൽ കൊണ്ടുപോകാൻ, നമ്മൾ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായിട്ടാണല്ലോ ഈ ദണ്ഡവിമോചനങ്ങൾ നമ്മൾ കൂട്ടി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത രീതിയിൽ ദണ്ഡവിമോചനം നേടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ തന്നെ 7 പള്ളികൾ ഇതുപോലെ ഫ്രാൻസിസ് അസീസിയുടെ ഓർഡറിലുള്ളതും, പിന്നെ നമ്മുടെ ഡോളേഴ്സ് ബസിലിക്കയും അതുപോലെ ലൂർദ് കത്തീഡ്രൽ പള്ളിയും, ഫ്രാൻസിസ്കൻ ഓർഡറിലുള്ള ആശ്രമങ്ങൾ, പൂത്തോള ആശ്രമം, MMB ആശ്രമം, അതുപോലെ മുണ്ടൂരുള്ള FCC ചാപ്പൽ, മമ്മിയൂർ, അങ്ങനെ നിങ്ങൾ ഞായറാഴ്ച സർക്കുലർ വായിച്ചു കാണും. ഈ ദേവാലയങ്ങളിലൊക്കെ ചെന്ന് പ്രാർത്ഥിച്ച് കവാടം കടന്ന് നമ്മൾ അനുദപിച്ച് കുമ്പസരിച്ച് വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിച്ച് പൂർണ്ണദണ്ഡ വിമോചനത്തിൻ്റെ എല്ലാ കണ്ടീഷൻസും പൂർത്തിയാക്കി നമ്മൾ ഈ ദേവാലയങ്ങളിൽ പ്രവേശിച്ച് ഒരു വിശ്വാസ പ്രമാണം, ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു തൃത്വസ്തുതി, പരിശുദ്ധ പിതാവിൻ്റെ നിയോഗാർത്ഥം, മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം ചൊല്ലി കാഴ്ചവെക്കുമ്പോൾ ഈ ദണ്ഡവിമോചനം എനിക്ക് നൽകണമേ എന്ന ഉദ്ദേശത്തോടെ നമ്മളിത് ചെയ്ത് കാഴ്ചവെക്കുമ്പോൾ നമുക്ക് ഒരു പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിച്ചെടുക്കാം. പൂർണ്ണ ദണ്ഡവിമോചനത്തിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. പരിപൂർണമായിട്ടുള്ള ലഘുപാപത്തിൽ നിന്നുള്ള മോചനം കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ഏത് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുകയുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള പൂർണ്ണ ദണ്ഡവിമോചനങ്ങൾ നമ്മുടെ കഴിവിനനുസരിച്ച് നാം ചെയ്യുമ്പോൾ അതിൻ്റേതായ തോതിൽ നമുക്ക് ദണ്ഡവിമോചനങ്ങൾ കിട്ടും. ഈ ദണ്ഡവിമോചനങ്ങൾ നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് കാഴ്ചവെക്കാം, അല്ലെങ്കിൽ പാവപ്പെട്ട ശുദ്ധീകരാത്മാക്കൾക്ക് ഇത് കടമായിട്ട് പരിശുദ്ധ അമ്മയുടെ കയ്യിൽ കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാപത്തിൻ്റെ തട്ട് താഴ്ന്നു കിടക്കുമ്പോൾ പരിഹാരത്തിൻ്റെ തട്ടും താഴ്ന്നു വരാൻ വേണ്ടിയുള്ള ഒരു സുവർണ അവസരമാണിത്. നമ്മുടെ മരിയാപുരം ആശ്രമം അടുത്തുള്ളവർക്കൊക്കെ അവിടെ പോകാം, അതുപോലെ മമ്മിയൂർ അടുത്തുള്ളവർക്ക് അവിടെ പോകാം. അങ്ങനെ തൃശ്ശൂർ, അങ്ങനെ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ അടുത്തടുത്തുള്ള പ്രദേശങ്ങളിലുള്ളവർക്ക് അവിടെ പോയി ഈ ദണ്ഡവിമോചനം പ്രാപിക്കാം. ഇതിൻ്റെ വ്യവസ്ഥകൾ ഈ വീഡിയോത്തിൻ്റെ അവസാനത്തിൽ നോട്ടീസ് അടക്കം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ മരിയാപുരത്തുള്ള MMB ആശ്രമമാണ്. ഇവിടെ നമ്മൾക്ക് ചുറ്റുപാടുള്ളവർക്ക് ഒരു ദിവസം കയറി പ്രാർത്ഥിച്ചു പോയാൽ ഒരു ദണ്ഡവിമോചനം കിട്ടും. ഒരു ദിവസം ഒരു പൂർണ്ണ ദണ്ഡവിമോചനം മാത്രമേ നമുക്ക് നേടാൻ പറ്റുള്ളൂ. അപ്പോൾ പറ്റാവുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഈ ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാൽ പൂർണ്ണ ദണ്ഡവിമോചനമുണ്ട് എന്ന കാര്യം മറക്കണ്ട. ഇത് 2-ാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സുഹൃത ജീവിതങ്ങളെ കണക്കിലെടുത്ത് സ്വർഗം പരിശുദ്ധ സിംഹാസനം വഴി നമുക്ക് തന്നിട്ടുള്ള ഒരു വലിയ വാഗ്ദാനമാണ്. ഇത് നമുക്ക് പ്രാപിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ അടുത്തുള്ള കപ്പൂച്ചൻ ആശ്രമമോ ഫ്രാൻസിസ്കൻ ഓർഡറിലുള്ള ആശ്രമങ്ങളോ നമ്മൾ സന്ദർശിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. എല്ലാത്തിലും ഉപരിയായി ലഘുപാപങ്ങളെപ്പോലും വെറുത്തുപേക്ഷിക്കുന്ന അവസ്ഥയിലായിരിക്കണം. അനുദപിച്ചുള്ള കുമ്പസാരം കഴിഞ്ഞിരിക്കണം. വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ ഉൾക്കൊള്ളണം. ഈ കണ്ടീഷൻസ് പൂർത്തിയാക്കാൻ നമുക്ക് ശ്രമിക്കാം. നോമ്പ് കാലത്ത് ഇങ്ങനെയൊരു സുവർണ അവസരം നമുക്ക് ലഭിച്ചതിന് നന്ദി പറയാം. നമ്മുടെ ഓരോ പാപങ്ങൾക്കുള്ള ദണ്ഡവിമോചനമാണ് ഇതെന്ന് ഓർക്കണം. അല്ലാതെ നമ്മുടെ എല്ലാ പാപങ്ങളും മരിയാപുര ആശ്രമത്തിൽ വന്ന് കയറി ഒരു സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയമേ തൃത്വസ്തുതിയും ചൊല്ലിയാൽ പിന്നെ എല്ലാ കടങ്ങളും വീടി എന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു പാപത്തിൻ്റെ പൂർണ്ണ ദണ്ഡവിമോചനം, അതും പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടാൻ കണ്ടീഷൻസ് പൂർത്തിയാക്കണം. അപ്പോൾ നമുക്കിത്രയും ചിന്തിക്കാം. കഴിവിൻ്റെ പരമാവധി വിശുദ്ധിയിൽ ജീവിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാല വഴി ഈശോയുടെ ഹൃദയത്തിലേക്ക് കാഴ്ചവെക്കുക.
ഈശോയുടെ കരുണയും നീതിയും എത്രമാത്രം ദണ്ഡവിമോചനം ഒരു പാപത്തിന് നമുക്ക് തരുന്നോ അത് നമുക്ക് വാങ്ങി നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം വീണ്ടും അനുദിന ജീവിതത്തിലെ കുരിശുകളും പരിശുദ്ധ കുർബാന എന്ന യാഗബലി ഏറ്റവും വലിയ ദണ്ഡവിമോചനം. അങ്ങനെ ദണ്ഡവിമോചനങ്ങളുടെ ഒരു കൂമ്പാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇത് മരിയാപുരത്ത് മാർച്ച് 8 നടന്ന ആഘോഷങ്ങളാണ് കേട്ടോ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ 800-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ്കൻ ദേവാലയങ്ങൾക്കും ആശ്രമങ്ങൾക്കും പൂർണ്ണ ദണ്ഡ വിമോചന പദവി നൽകി ആദരിക്കുകയുണ്ടായി. തൃശൂർ അതിരൂപതയില് 7 ദേവാലയങ്ങളെയാണ് ഇപ്രകാരം ഉയർത്തിയിരിക്കുന്നത്. മരിയാപുരത്തിനോടുള്ള വലിയ സ്നേഹം പിതാവിനും രൂപതയിലെ മറ്റു വൈദികർക്കുമുള്ളതുകൊണ്ട് നമ്മുടെ ഈ ആശ്രമത്തെയും അത്തരത്തില് ഉയർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അഭിമന്യ പിതാവ് കവാടത്തിന്റെ നാട മുറിച്ച് വാതിൽ തുറന്ന് അകത്ത് പ്രവേശിക്കുന്നതും തുടർന്ന് പൂർണ്ണദണ്ഡ വിമോചന പ്രാർത്ഥന പിതാവ് ചൊല്ലി എല്ലാവർക്കും അതിൽ പങ്കാളികളായി തീർന്ന് തുടർന്ന് ബഹുമാനപ്പെട്ട വികാരി ചന്ദ്രാളച്ചന്റെ നേതൃത്വത്തിൽ ദിവ്യബലി ആരംഭിക്കുന്നതുമാണ്. ഇന്ന് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന അഭിമന്യ പിതാവിനും പെരിയ ബഹുമാനപ്പെട്ട ചന്ദ്രാളച്ചനും ചാൻസലർ അച്ഛനും സെക്രട്ടറി അച്ഛനും കപ്പുച്ചിൻ സമൂഹത്തിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട വൈദികർക്കും, ഇവിടെ ആഗതരായിരിക്കുന്ന എല്ലാ വൈദികർക്കും, എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും, പ്രിയപ്പെട്ട ദൈവജനത്തിനും ഈ ഭവനത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം.
എല്ലാ വൈദികരും പ്രദേശവും ഇങ്ങോട്ടൊക്കെ നിൽക്കുക.